പ്രൈസ് ഗോഡ്. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ പേര് സിൽഫ. ഞാൻ അടൂർ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തൊരു എൻ്റെ ഒരു കുഞ്ഞു ദൈവാനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതെന്താണെന്ന് വെച്ചെന്നാൽ, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. സാധാരണ ഇപ്പം കുറേ ആൾക്കാർ അവർ കുഞ്ഞിലേ തൊട്ടേ ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഡോക്ടർ ആകുന്നവരുണ്ടാകുമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻട്രൻസ് പഠിക്കാൻ ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും എനിക്ക് ഡോക്ടർ ആകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുന്നത്. അതെന്താണെന്ന് വെച്ചെന്നാൽ, ഞാൻ എൻട്രൻസ് കോച്ചിങ് ചെയ്തത് ഒരു വിത്ത് പ്രെയർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലായിരുന്നു. ആലപ്പുഴയിൽ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഞാൻ എൻട്രൻസ് കോച്ചിങ് ചെയ്തത്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വളരെ കുറഞ്ഞ മാർക്കൊക്കെ +2 വാങ്ങിയിട്ട് പിന്നെ ഈശോയുടെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് പഠിച്ച് ഡോക്ടേഴ്സായിട്ട് വന്ന ഒരുപാട് ആൾക്കാരെ നമുക്കവിടെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഏതോ ഒരു നിമിഷത്തിൽ എനിക്കും ഒരു ഡോക്ടർ ആകണം, ഈശോ എനിക്കും ഒരു ഡോക്ടർ ആകണം എന്ന് ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ടൊന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ അങ്ങനെ ഈശോ അടുത്ത് വലിയ എൻ്റെ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഈശോ അടുത്തൊരു ആഗ്രഹം ചോദിച്ചത് ഈശോ എനിക്കൊരു ഡോക്ടർ ആകണം, ആ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ഞാൻ പഠിച്ചു. പക്ഷെ പഠിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ കുറച്ചങ്ങ് കൂടിപ്പോയി. ഒരു 6 തവണ ഞാൻ എൻട്രൻസ് എക്സാം ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ 6 തവണ റിപ്പീറ്റ് ചെയ്തിട്ടും എനിക്കൊന്നും ആയില്ല. പിന്നെ വീണ്ടും ഞാൻ അടുത്ത റിപ്പീറ്റിന് വേണ്ടിയിട്ട് ഒരുങ്ങുക. പക്ഷേ ഈ സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ വിഷമിച്ചു. കാര്യം ഇത്രയും വർഷങ്ങൾ കടന്നുപോയി, കുറേ വിഷമിച്ചു. ഇനി എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ നിൽക്കുന്ന സമയമാണ്. എന്നാലും ഞാൻ പഠിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ സ്പോട്ട് അഡ്മിഷന് വിളിച്ചപ്പോഴത്തേക്കും എനിക്ക് അഡ്മിഷൻ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ റാങ്ക് കുറച്ച് പുറകിലാണ്. അപ്പോൾ എനിക്ക് കിട്ടുവാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ വീട്ടിലെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും പൈസ കൊടുത്തിട്ട് നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ അത് വേണ്ട എന്നുള്ള രീതിയിൽ ഇനി പഠിച്ച് തുടങ്ങാം എന്നുള്ള തീരുമാനത്തിലിരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്നിങ്ങനെ സാഹചര്യങ്ങളൊക്കെ മാറി പറഞ്ഞു. എല്ലാവരും എന്നെ അപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഞങ്ങളുടെ സാറിൻ്റെ വൈഫ്, ഞങ്ങൾ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. അപ്പം ആൻറ്റിയും കൂടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിനക്കുള്ള സീറ്റാണ്, ഇത് എടുക്കണം എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. അപ്പോൾ ഈ സ്പോട്ട് അഡ്മിഷൻ്റെ ഒരു തലേ ദിവസമൊക്കെ ഈ ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ ഞാനങ്ങനെ വീട്ടിൽ പോയിട്ട് ഇതിന് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചു. എന്നിട്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലൊരു 3 lakhs DD ഉണ്ടാകണം. അപ്പോൾ എൻ്റെ വീട്ടിലൊരു ചുറ്റുപാട് വെച്ചിട്ട് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞ ഒരു 25,000 രൂപ എടുക്കാൻ പോലും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ നമ്മൾ നാട്ടിൽ പല ആൾക്കാരോട് അറിയാവുന്നവരോടൊക്കെ ചോദിച്ച് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾക്ക് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല എന്നവർക്ക് അറിയാവുന്നതും കൊണ്ടും നമുക്ക് കിട്ടിയില്ല. ഒരു കഷ്ടപ്പെട്ടിട്ട് ഒരു 75,000 പൈസയായിട്ടാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ പൈസയായിട്ട് ഞാൻ ഈ അലോട്ട്മെൻറ്റിന് പോകുകയാണ്, സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് പോകുക. അപ്പോൾ പോകുന്ന സമയത്താണെങ്കിൽ എൻ്റെ ആൻറ്റി എന്നോട് പറയുന്നുണ്ട്, ഇത് നിനക്കുള്ള സീറ്റാണ്, ഇത് നീ വാങ്ങിയെടുക്കണം, പൈസ തരുന്നതും തരാതിരിക്കുന്നതൊക്കെ കർത്താവാണ്, നീ പോവുക എന്നുള്ളത് മാത്രമേ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആൻറ്റി പറഞ്ഞു, ഞാനിവിടെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിടുന്നത്. അപ്പോൾ ഈ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ ഇങ്ങനെ വചനം എടുത്ത് നോക്കുന്നൊരു പരിപാടി. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു: കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഈ വചനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അല്ലാതെ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന വരുന്നില്ല, കർത്താവ് എനിക്ക് അഡ്മിഷൻ തരണേ എന്ന് പ്രാർത്ഥിക്കാനും തോന്നുന്നില്ല. കാര്യം അഡ്മിഷൻ തന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്, ബാക്കി ഫീസ് അടയ്ക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ എനിക്കറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അഡ്മിഷൻ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ധൈര്യമില്ല, എന്നാൽ എനിക്ക് അഡ്മിഷൻ വേണം. അപ്പോൾ ഈ ഒരവസ്ഥയിൽ ഞാൻ ഈ വചനം എൻ്റെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. അങ്ങനെ പോയി
അവിടെ ചെന്നു. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഫുൾ ടൈം ഈ ഒരു ടെൻഷനുണ്ട്. ഞാനവിടെ ചെന്നിട്ട് എന്താ ഈ 3 lakhs DD കൊടുക്കാനുള്ളടത്ത് ഈ 75,000 rupees കൊടുത്തെന്നാൽ അവർ എന്താ പറയുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ ചെന്നൊരു ഒരുപാട് രാത്രി ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴാണ് എൻ്റെ റാങ്ക് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ റാങ്ക് വിളിക്കുമ്പോൾ ഞാൻ കയറാൻ പോകും. അപ്പം കയറുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ ആൻറ്റീനെ വിളിച്ചു. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, നീ കയറി ചെല്ലണം, ചെന്നിട്ട് നീ പറയണം എൻ്റെ റാങ്ക് വിളിച്ചു, ഇതെൻ്റെ സീറ്റാണ്, അതെനിക്കുള്ളതാണ്, പക്ഷേ എൻ്റെ ഇപ്പോൾ DD ഇല്ല, ഉള്ളത് ഞാൻ തരുവാണ്, നാളെ ഞാൻ ബാക്കി പൈസ കൊണ്ടുവന്ന് ഏൽപ്പിച്ചോളാം, ഇതെനിക്ക് തരണം, അവർ തരത്തില്ലെന്ന് പറയുവാണെങ്കിൽ അവരുടെ കാലയിൽ കെട്ടിവീണ് കരയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടിരിക്കുന്നത്. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുമ്പം എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു ഇതില്ല, എനിക്ക് അതിനുള്ള ശക്തിയൊന്നും ഇല്ല, അതിനുള്ള കഴിവൊന്നുമില്ല. ഞാനിങ്ങനെ എൻ്റെ കർത്താവ് ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുക. ഇങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചെന്നാൽ, ഒരാൾ എൻ്റെ കൈ കൊണ്ടുവന്ന് ഒരു 3 lakhs DD കൊണ്ടുവന്ന് തരിക. അത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിച്ച ഒരു പയ്യൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവനും ഇതുപോലെ അഡ്മിഷൻ എടുക്കാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ റാങ്ക് വിളിച്ചെന്ന് കേട്ടപ്പോഴത്തേക്കും ഇനി അവൻ അപ്പോൾ കൊണ്ടുവന്ന ഈ DD എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു, ചേച്ചി എന്തായാലും പോയി അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇതെൻ്റെ കയ്യിലോട്ട് തരുക ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ പോയി അഡ്മിഷൻ എടുത്തു. പിന്നെ അങ്ങോട്ട് ഞാനൊരു മരവിച്ച അവസ്ഥയിലായിരുന്നു. എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അഡ്മിഷൻ എടുത്തു. പക്ഷേ ഇനിയും നമുക്ക് ബാക്കി പൈസ അടയ്ക്കണം, പിന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ ഫീസ് അടയ്ക്കണം. ഇതിനൊന്നും നമ്മളുടെ കയ്യിൽ നമ്മുടെ വീട് വിട്ടാൽ പോലും നമ്മുടെ വീട് വിറ്റാൽ പോലും അതിനുള്ള പൈസയൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ എല്ലാ ഉത്കണ്ഠകളും നമുക്കുണ്ട്. പക്ഷേ ശരിക്കും പറയുവാണെങ്കിൽ നമ്മളൊരു ബ്ലൈൻഡ് അപ്രോച്ച് നടത്തി എന്ന് വേണം പറയാൻ. നമ്മളിങ്ങനെ കണ്ണും പൂട്ടി കർത്താവിനെ മാത്രം പിടിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എൻ്റെ മാർക്ക് നോക്കാൻ പറ്റില്ല, എൻ്റെ കഴിവ് നോക്കാൻ പറ്റില്ല, എൻ്റെ വീട്ടുകാരുടെ സാമ്പത്തിക ശേഷിയിൽ ആശ്രയിക്കാൻ പറ്റില്ല. ആകപ്പാടെ എനിക്കുള്ളത് കർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം നോക്കിയിട്ട് എടുത്തൊരു അഡ്മിഷനാണ്. അങ്ങനെ ഞാൻ കോളേജിലൊക്കെ ജോയിൻ ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചെന്നാൽ, നമ്മൾ വചനത്തിൽ പറയത്തില്ലേ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്നുള്ള ആ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ നിറവേറി എന്നുള്ളതാണ്. കാര്യം എൻ്റെ കയ്യിൽ പൈസയില്ല, എൻ്റെ അപ്പൻ്റെ കയ്യിൽ പൈസയില്ല, പക്ഷേ എൻ്റെ സ്വർഗീയ അപ്പൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സമ്പത്തിൻ്റെയും ഉടമയാണ്. അപ്പോൾ ഈശോ എന്നെ പഠിപ്പിച്ചെന്ന് വേണം പറയാൻ. എന്ന് വെച്ചെന്നാൽ ഒരിക്കൽ പോലും എനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വരാതെ ഓരോ സാഹചര്യങ്ങളിലും വേണ്ട വിധത്തിൽ കർത്താവ് ഇടപെട്ടു. എന്നെ ഹെൽപ്പ് ചെയ്യാൻ കുറേ പേര് മുമ്പോട്ട് വന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഒരു സ്കോളർഷിപ്പ് റെഡിയായി. അങ്ങനെ കർത്താവ് എന്നെ പഠിപ്പിച്ച് എന്നെ ഇവിടം വരെ എത്തിച്ചു. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഹൗസ് സർജനായി, ഒരു ഡോക്ടറായി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കുന്നത്, കർത്താവിന് എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, കർത്താവിൻ്റെ ഒരു ഉപകരണമായിട്ട് എന്നെ ഉപയോഗിക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് കർത്താവ് എന്നെ ഇവിടം വരെയും എത്തിച്ചു എന്നുള്ളതാണ്. അതുപോലെ നമ്മളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ എനിക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു എക്സ്ക്യൂസ് പറയാൻ പറ്റാത്ത വിധത്തിൽ ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. അപ്പോൾ ആ ഒരു വിധത്തിലാണ് ഈശോ എന്നെ അനുഗ്രഹിച്ചത്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുമായിരിക്കും. നമ്മളൊക്കെ ഇരുന്ന് ചിന്തിച്ച് നോക്കുക, കർത്താവ് ഇതെൻ്റെ സ്റ്റോറി. അപ്പോൾ നിങ്ങളിരുന്ന് ആലോചിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ദൈവാനുഭവങ്ങൾ. അപ്പോൾ അതെല്ലാം ഓർത്തെടുത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് ഓരോ നിമിഷവും നമുക്ക് മുന്നോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്.